ഇതെന്താ ചേച്ചി? ഈ പാലൊക്കെ എന്തിനാ? നമ്മുടെ രീതി വെച്ച് ആദ്യരാത്രി പെണ്ണിന്റെ വീട്ടിലാ. ഇന്ന് നിങ്ങളുടെ ആദ്യരാത്രിയല്ലേ? ഒക്കെ മുറപോലെ നടക്കട്ടെ. ഞാനാണ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്. ഇന്ന് നമ്മുടെ ഒറിജിനൽ ഫസ്റ്റ് നൈറ്റ് ആണ്. മുല്ലപ്പൂ, ഫ്രൂട്ട്സ്, പാൽ, എന്ത് നല്ല മനോഹരമായ ആചാരങ്ങൾ. കുടിക്കൂ കുട്ടി. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തന്നെ കുടിച്ചോളാം. കിടക്കുന്നേ, സമയങ്ങളാണല്ലോ. ഗുഡ് നൈറ്റ് പറയാൻ മറന്നായി. അതാ കുട്ടിയുടെ എവിടെ കിടന്നു? എന്താ ബോബി, കേറാറായില്ലേ? ഇല്ലേ ചേച്ചി, നിങ്ങൾ കേട്ടോ, ഞാൻ വന്നോളാം. എത്ര നാളായി ഇതുവരെ നീന്തി കുളിച്ചിട്ട്. എന്തൊരു സുഖം. എന്നാ പിന്നെ ഞാനും പിള്ളേരങ്ങ് പോട്ടെ. നീ വേണേ നിന്റെ കെട്ടിന്റെ കൂടെ ഒന്ന് മുങ്ങി കുളിച്ചു. ഒരു കുളിയുടെ കാര്യം മറന്നിട്ടില്ല ഇതുവരെ. എന്താ? ഒന്നുമില്ല ചേച്ചി കേട്ടോ, ഞാൻ വന്നോളാം. അതെ, വാ മക്കളെ, വാ. വാ. ഞാനൊന്നുമില്ല. വാന്നേ. ഞാനില്ല. വാ, ഇറങ്ങ്. ഞാനില്ല. ചേച്ചി നോക്കുന്നു. വാ, ഇറങ്ങുന്നു. മരിയയുടെ സെലക്ഷൻ ഏതായാലും വളരെ നന്നായി. ബോബി ഇവിടെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി. ഇന്നലെ സാമൂലപ്പാപ്പന്റെ വീട്ടിൽ പോയപ്പോഴും എല്ലാവരും ഇത് തന്നെയാ പറഞ്ഞത്. പറഞ്ഞ പോലെ ബോബി വന്നിട്ട് അങ്ങോട്ട് പോയി. അതിന് ബോബി ഇതുവരെ വന്നില്ലല്ലോ. വന്നില്ലേ? ഇല്ല. നീ പുഴക്കരന്ന് പോരുമ്പോ ബോബിയോട് കുളിക്കായിരുന്നു എന്നല്ലേ പറഞ്ഞത്? ഇതിപ്പോ നേരെ രാത്രിയായല്ലോ. ഇങ്ങനെയുണ്ടൊരു കുളി? നീന്താനൊക്കെ അറിയാലോ അല്ലേ? നീ ഇവിടെ ഇരിക്കുകയായിരുന്നു? നാളെ രാവിലെ ആ സ്ഥലത്തിന്റെ രജിസ്ട്രേഷൻ ഉണ്ട്. അത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞങ്ങളങ്ങ് പോവിച്ചായ. ആഹാ, നീ എന്തേ നോക്കുന്ന? ഒന്നുമില്ല. നീ ഒരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെടുന്നു പറഞ്ഞപ്പം അത് ഞാൻ എതിർത്തു. ബോബിയെ നേരിട്ട് കണ്ടപ്പോഴാ നീ എന്നെ അനുസരിക്കാത്ത നന്നായെന്ന് എനിക്ക് തോന്നിയത്. ബോബിയെ പോലൊരു നല്ലൊരു ചെറുപ്പക്കാരനെ നിനക്ക് ഭർത്താവായി കിട്ടിയതിൽ എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എന്താ നിന്റെ മുഖത്തൊരു ടെൻഷൻ? ഞാൻ പറഞ്ഞോലും നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഇച്ചയും പറഞ്ഞോ. ബോബിക്ക് നിന്നോട് വലിയ സ്നേഹവും കരുതലോ. ഒരു ദുഃഖവും അറിയിക്കാതെ അവൻ നിന്നെ പൊന്നുപോലെ നോക്കും. ബോബി ഒന്നല്ലോ. ഇച്ചയെന്നല്ല പണിയാ കാണിച്ചത്. ആ ബെവറേജിൽ എന്തൊരു തിരക്കായിരുന്നു അറിയാമോ? ഓ അങ്ങനെ നിന്ന് മനുഷ്യന്റെ കാല് കഴിച്ചു.
സെറ്റപ്പ് ഒക്കെ റെഡിയല്ലേ? പിന്നെ ഗ്ലാസ് എടുത്ത് വെച്ചേരെ, ഞാൻ ഇപ്പോൾ വരാം. എപ്പോൾ എടുത്തു വെച്ചെന്ന് ചോദിച്ചാൽ പോരെ. എവിടെയെങ്കിലും പോയി ഒന്ന് പറഞ്ഞിട്ട് പൊക്കൂടെ? ഒന്നും മിണ്ടാതെ ഇങ്ങനെ പോയാ എവിടെയാണെന്നറിയാതെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു അറിയോ? എന്തിന്? എന്നെ ഓർത്താൻ ടെൻഷൻ അടിക്കില്ലാത്തോണ്ടാ ഞാൻ ആരോടും പറയാതെ എങ്ങോട്ടെല്ലാം പോകുന്നത്. ചെറുപ്പം മുതലുള്ള ശീലമാണ്. ആരും എന്നെ പറ്റി ഒന്നും അന്വേഷിക്കാറുമില്ല, ഞാൻ ആരോടൊന്നും പറയാറുമില്ല. ഞാൻ എങ്ങടെയെങ്കിലും അങ്ങ് പോകും. സോറി. എന്തിന്? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. ആ ബോബി, ഗ്ലാസ് റെഡി. ഇച്ചാ ഞാൻ എന്താ ഇപ്പോൾ വരുന്നു. പറയൂ. ചെല്ല, ഞാൻ പിന്നെ പറയാം. വാ തുടങ്ങാം. എപ്പോഴും ഇങ്ങനെ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരാൻ താമസിച്ച പുള്ളിക്കാരിക്ക് എന്നെ ഓർത്ത് വലിയ ടെൻഷനാണ്. എന്നെ കാണാതിരിക്കാൻ ഒരു നിമിഷം പോലും അവൾക്ക് പറ്റില്ല. അതല്ലേ സ്നേഹമുള്ള ഭാര്യ. ഇതാരുണ്ടാക്കിയതാ? ചേച്ചി ഉണ്ടാക്കിയതാ. ആ, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഏവാടാ. അതെ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് പറഞ്ഞോ. ഒരു ചിയേഴ്സെങ്കിലും പറയണോ? My wife, Maria. എന്നോട് അതെന്തോ പറയണമെന്ന് പറഞ്ഞില്ലേ? പറയൂ. ആ പറ. നല്ല ബോധമുള്ളപ്പോ പറയാം. ഇപ്പം തന്നെ പറയണം. അത് ബോബി, അത് ഞാൻ ബോബി, താങ്ക് യു മൈ വൈഫ്. ഞാനിവിടെ നിന്ന് കടന്നതല്ല. இதே மாதிரி அவளை எவனோட தட்டிட்டு போறான், நீ சார கடிச்சு கீழே விழுந்து கிடக்க போற. அப்படின்னா அதான் இப்பவும் உன் லவ் சொல்லனா அவ கல்யாணத்துல உட்காந்து பாயசத்தை கட்டிட்டு இருக்க வேண்டியதுதான். தலைவா தனிமையில் சிரிப்பது முன்னான், சில சபைகளில் எழுவது முன்னான், நான் பந்தியில் அமர்வது முன்னான், சிறு பட்டினி கொள்வது முன்னான், என் சந்திரன் வருவது முன்னால், என் ஜனனமும் மரணமும் முன்னால், என்னுடைய என்பதும் நிற்பதும் என்னுடைய என்னோட கேட்பதும் கேட்பதும் எங்குடி நல்வழி பார்ப்பதும் பார்ப்பதும் என் மனம் நல்லறம் காப்பதும் காப்பதும் அது உன்னால் அது உன்னால் அது உன்னால். பயந்துட்டியா? போ. பலார்னு ஒரு அரை அஞ்சு வச்சுக்கோங்க, இருக்கிற 32 பொண்ணு செதறிடு. அவ்வளோ யோசிச்சுட்டு தான் வந்திருக்கேன். ரெடி? பேர் யார் சொல்லிட்டு போ. அதான் நாளைக்கு வருவல்ல, அப்ப சொல்றேன். சித்தத்தினால் கொண்ட பித்தத்தினால் சித்தத்தினால் கொண்ட. ஐயோ
என்ன இது? ஐ லவ் யூ கார்டு கொடுக்கறதுக்கு கொஞ்சம் சீக்கிரம் தோணுச்சு. தப்பா எடுத்துப்பியோன்னு நினைச்சேன். அதான் இது கொண்டு வந்தேன். முட்டாளா நீ? இப்படியே ஒரு பொண்ணுகிட்ட ப்ரப்போஸ் பண்ணுவ? சித்தத்தினால் கொண்ட பித்தத்தினால் காதல் யுத்தத்தினால் எனது அர்த்தத்தினால் கவிதை எழுதி வைத்தேன் தோழி. இரு கண்ணிருந்தால் வாசித்து போடி. கண் பார்த்ததும் கெண்டை கால் பார்த்ததும் உன்னை பெண் பார்த்ததும் தள்ளி பின் பார்த்ததும் சுட்டால் சாரி மறந்துட்டேன். சுட்டாலும் மறக்காத நெஞ்சம் முற்றும் சொன்னதில்லை தமிழுக்கு பஞ்சம். உன் பேர் என்ன சொன்ன நீ? ரிஸ்வான். உங்க அப்பா பேரு? விளையாடுறியா நீ? அது யோசிக்க மறந்துட்டல. அது என்னோட 16வது அறை. அவள் வரைஞ்ச சோகத்தை விட நான் அவள் கணத்தில் முத்தம் கொடுத்த சந்தோஷம் தான் டாப்பில் இருந்துச்சு. என் வருங்கால மனைவி தர்மபத்தினி, அது நமக்கு பெருமை தானே. ஆனால் நான் தமிழில் எதையும் சாதிப்பேன். இந்த காசியில் ஒரு பொண்ணு மனசை ஜெயிக்கணும்னா 2 வழி இருக்குது. ஒன்று கடின உழைப்பு, பின்னாடியே சுற்று, லவ் லெட்டர் எழுதி ஃப்ரெண்டு கையில் கொடுத்து விடு, தவம் இரு, அவளே நொந்து போய் லவ்வை ஒத்துக்கிற வரைக்கும் விடாத. இது எல்லா பசங்களும் இந்த ஊரில் பண்ணுறது தான். இன்னொரு வழி இருக்குது, அவளை பயமுறுத்து. இதுவும் இந்த ஊரில் எல்லாரும் பண்ணுறது தான். ஆனால் இதெல்லாம் பண்ணி என்னை லவ் பண்ணுறதுக்கு நான் ஒன்றும் கமலஹாசன் இல்லையே. அதனால் நான் முதல் வழியை விட்டுட்டு 2வது வழிக்கு மாறினேன். அவனை வண்டி நிறுத்தினா காதுலயே உள்ள உனக்கு பிரச்சனை என்ன? பிரச்சனையே உன்னால தான். நீ பின்னால வராது. வேற யாருக்கு நடி போறது? எனக்கு தெரியாதானே, என்ன மட்டும் விட்டுரு. நீ என்ன லவ் பண்ணலன்னு சொல்லு. லவ் எல்லாம் பண்ணல. எதுக்காக? நான் ஹிந்துன்னா சொல்லு, நான் உனக்காக மதம் மாறுறேன். வாய் திறந்தா போய். நீ என்ன லவ் பண்ணலன்னு சொல்லு, இப்பவே என் கையை வெட்டிக்குவேன். நிஜமா? எனக்கு லவ் இல்ல.